ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. വളരെ സിമ്പിളാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് റെഡ് വെൽവെറ്റ് ക്ലോത്താണ്. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാൻവാസ് ഷീറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ 10 ഇഞ്ച് ഡയമീറ്ററിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 ലെയറായി മടക്കിയ വെൽവെറ്റ് ക്ലോത്തിൻ്റെ സെൻറ്ററിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ക്യാൻവാസിൻ്റെ ഒരു സൈഡ് ഗ്ലൈസിങ് ആയിരിക്കും. അപ്പോൾ ആ ഭാഗം തുണിയിലോട്ട് ചേർത്ത് വെച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് അയൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല ചൂടിൽ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പശയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇത് നന്നായി ഒട്ടിച്ചെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാൻവാസിൻ്റെ ഡയമീറ്ററിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിരിക്കണം ഈ വെൽവെറ്റ് ക്ലോത്തിൻ്റെ ഡയമീറ്റർ. ഇനിയൊരു ഫെവിബോണ്ട് വെച്ച് നമുക്ക് അടുത്ത ലെയർ കൂടെ ഒട്ടിച്ചെടുക്കാം. ഫ്രെയിമിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ 2 ലെയർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ലെയർ മാത്രമായിട്ടും റെഡ് വെൽവെറ്റ് ക്ലോത്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെൽവെറ്റ് ക്ലോത്തിന് പകരം നേരിട്ട് ഗോൾഡൻ കളർ ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഗോൾഡൻ ക്ലോത്ത് ഞാനിവിടെ 11 ഇഞ്ച് ഡയമീറ്ററിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വെൽവെറ്റ് ക്ലോത്തിൽ തന്നെ വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ വർക്ക് കംപ്ലീറ്റ് ആയ ശേഷം കാണുമ്പോൾ ആ റെഡ് ഷെയ്ഡ് അടിക്കുന്ന സമയത്ത് അത്ര ഭംഗി ഉണ്ടാവില്ല വർക്ക് കാണാൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗോൾഡൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി നമുക്ക് ഈ വെൽവെറ്റ് ക്ലോത്തിലേക്ക് ഒട്ടിച്ചെടുക്കാം. നന്നായി ഉണങ്ങിയ ശേഷം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഇതും 10 ഇഞ്ച് ഡയമീറ്ററിലാണ് കട്ട് ചെയ്തത്. ഇത് നോർമൽ പ്രിൻ്റ് അല്ല, ലേസർ പ്രിൻ്റാണ്. ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയി ലേസർ പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും. ഇനി നോർമൽ ഫോട്ടോ പ്രിൻ്റ് തന്നെ വേണമെന്നുള്ളവർക്ക് അത് ലാമിനേറ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യില്ല. നന്നായി ഉണങ്ങിയ ശേഷം നമുക്കിനി ബീഡ്സ് ഒട്ടിച്ച് തുടങ്ങാം. തൃശ്ശൂർ ഫെജിയിൽ വെച്ചാണ് ഞാൻ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിച്ചത്. ഷോപ്പ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇത് നല്ല വൃത്തിയായി ഒട്ടിച്ചെടുക്കാം. പല സൈസിലുള്ള ബീഡ്സ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരേ സൈസിലുള്ള ബീഡ്സ് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ലെയറായിട്ടാണ് ഞാനിവിടെ ബീഡ്സ് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ച് എത്ര ലെയർ വേണമെങ്കിലും ഒട്ടിക്കാവുന്നതാണ്.
അടുത്ത സ്റ്റെപ്പ് അരങ്ങ് കെട്ടലാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ത്രെഡും അതിൻ്റെ കൂടെ ഒന്നിച്ച് ലഭിക്കും. ഏകദേശം ഒരു അളവെടുത്ത ശേഷം ത്രെഡ് കട്ട് ചെയ്ത് നമുക്ക് അതിൽ അരങ്ങ് കെട്ടി തുടങ്ങാം. അരങ്ങ് കെട്ടാൻ ഉപയോഗിക്കുന്നത് വൂളൻ ത്രെഡാണ്. അതും കിറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഞാനിവിടെ 2 നിറത്തിലുള്ള വൂളൻ ത്രെഡ് ഉപയോഗിച്ചാണ് അരങ്ങ് കെട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഫോട്ടോയിലുള്ള ഡ്രസ്സിന് മാച്ചായിട്ടുള്ള 2 കളറാണ് എടുത്തത്. ഇനി നമുക്ക് അരങ്ങ് കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പഴയ ATM കാർഡ് എടുത്ത ശേഷം അതിലേക്ക് ഒരു 10 റൗണ്ട് നൂല് ചുറ്റിയെടുക്കാം. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ അരങ്ങ് കെട്ടാമെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. ശരിക്കും നമ്മൾ ഈ ചരടിൻ്റെ 2 അറ്റവും എവിടെയെങ്കിലും നന്നായി വലിച്ച് കെട്ടിയ ശേഷം അരങ്ങ് കെട്ടുന്നതാവും കൂടുതൽ എളുപ്പം. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാം. ഒരു തവണ കൂടെ ഞാനിത് ചെയ്ത് കാണിക്കാം. നമ്മളിപ്പോൾ 5 ചുറ്റ് പച്ചയുടെയും അതിനുശേഷം 5 ചുറ്റ് മഞ്ഞ, വീണ്ടും 5 ചുറ്റ് പച്ച, അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോർമലി നമ്മൾ നെറ്റിപ്പടത്തിനൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പല കളർ അങ്ങനെ 5 ചുറ്റോ അല്ലെങ്കിൽ 10 ചുറ്റോ വെച്ച് ഒരു കണക്കുണ്ടാവും. അതിനനുസരിച്ചായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നൂലൊക്കെ ചുറ്റിക്കഴിഞ്ഞ് ഇനി നമുക്കിത് ഫോട്ടോയിലോട്ട് ഒട്ടിച്ചെടുക്കാം. ഫെവി ബോണ്ട് വെച്ചിട്ട് തന്നെയാണ് ഇതും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് നമുക്ക് ചുറ്റിലൊന്ന് തുന്നിക്കൊടുക്കാം. ഇനി ഈ ബാക്കി വന്ന ചരടിൻ്റെ ഭാഗം നമുക്ക് ഉള്ളിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പുറത്തേക്ക് നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം.
നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറകു വശത്ത് ചരട് കൊണ്ട് ചെറിയൊരു കൊളുത്ത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.